നമസ്കാരം. ഇന്നൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വർക്ക്ഷോപ്പ് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ റിപ്പയർ അങ്ങനെ വെഹിക്കിൾ മെയിൻ്റെനൻസ് സർവീസ് അങ്ങനെ നടത്തുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. ആളെ പേര്, ഫോൺ നമ്പർ, വെഹിക്കിൾ നമ്പർ, എന്തൊക്കെ സർവീസുകളാണെന്നുള്ള ഒരു ലിസ്റ്റ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വെഹിക്കിൾ നമ്പർ ആഡ് ചെയ്യും. പിന്നെ സർവീസ്, ഫുൾ വാഷ് അല്ലെങ്കിൽ ബോഡി വാഷ്, ഇൻറ്റീരിയർ പോളിഷിങ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ക്വിക്കായിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ് എന്ന ഒരു മെനുവിലേക്കാണ് പോകുക. ഇപ്പോൾ ആ സേവ് ചെയ്ത ഉടനെ നമുക്ക് എന്ത് ചെയ്യും, ഹലോ താങ്കളുടെ വാഹനം ബോഡി വാഷ് ഇൻറ്റീരിയർ സർവീസ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന അതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് പോകും. പിന്നെ അത് ശേഷം പ്രോസസ്സിങ് എന്ന ഇതിലേക്കാണ് പിന്നെ പോവുക. ആ പ്രോസസ്സിങ് എന്ന് വെച്ചാൽ നമ്മൾക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന് ഡോളറിൻ്റെ ഐക്കൺ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബില്ല് എന്ന ബട്ടൺ അമർത്തി എമൗണ്ട് ടൈപ്പ് ചെയ്ത് ക്രെഡിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന ഒരു മെസ്സേജ് അവരിലേക്ക് താങ്കളുടെ വാഹനം സർവീസ് പൂർത്തിയായിട്ടുണ്ട്, ടോട്ടൽ ബില്ല് 300 എന്ന് എടുക്കാവുന്നതാണ്, നന്ദി എന്നുള്ളൊരു മെസ്സേജ് അവരിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആ കംപ്ലീറ്റഡ് എന്നുള്ള അതിൽ വരും. പിന്നെ നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ ആ പാർട്ടി വന്ന ക്യാഷ് നമുക്ക് തിരിച്ച് തരുമല്ലോ. ആ തിരിച്ച് തരുമ്പോൾ നമുക്ക് ആളെ പേര്, ഫോൺ നമ്പർ, പിന്നെ ഇതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നോക്കുക. ഇതിൻ്റെ ഡാഷ്ബോർഡിൽ അക്കൗണ്ട്സ് എന്നുള്ള ഡാഷ്ബോർഡിൽ പേ എന്ന ബട്ടൺ കാണും. പേ ബട്ടൺ എന്ന വൃത്തിയുടെ സെറ്റിൽമെൻ്റ് ആണ്. ആ പൈസ കിട്ടുമ്പോൾ എത്ര രൂപയാണ് കിട്ടിയത്, 300 രൂപ. നമ്മൾ വാട്സപ്പിലേക്ക് അയച്ച എമൗണ്ട് 300 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് 300 രൂപ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിപ്പോൾ ഡാഷ്ബോർഡിലുള്ളത്, വർക്ക്ഷോപ്പിന് ഡാഷ്ബോർഡിലുള്ളത്. അപ്പോൾ ഇതിൽ റിപ്പോർട്ടിൽ നമുക്ക് എന്ത് ക്യാഷ് ബുക്ക് എടുക്കാം, അതേപോലെ തന്നെ ക്യാഷ് ബുക്ക്, ബാങ്ക് വഴി വരികയാണെങ്കിൽ ബാങ്ക് ബുക്ക് എടുക്കുക, ഡേ ബുക്ക് ഉണ്ടാവും, അതേപോലെ ക്രെഡിറ്റ് ബുക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് ഉണ്ടാവും. അത് ആ രൂപരേഖയിലാണ് നമുക്ക് എന്ത് ചെയ്യും ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. താല്പര്യമുള്ളവർക്ക് ഇതേപോലത്തെ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്.